ഹണി ബണി സമയമായി, വേഗം താഴേക്ക് വാ. ഏയ് വാട്ടർ പാർക്ക് ടൈം. പിടിച്ചോ. പ്രളയം നമ്മുടെ പടിവാതിൽക്കൽ വരെ എത്തിയില്ലേ? അല്ല, ഇതുവരെ മിസ് കാർക്കർ തിരിച്ചു വന്നില്ലേ? മാഡം രാവിലെ 7 മണിക്ക് എത്തുമെന്നാ പറഞ്ഞിരുന്നത്. ക്ലോക്കിൽ 7 മണി ആയല്ലോ. സംശയമുണ്ടോ? ഹായ് കണ്ണാ സാറേ, എന്താ ഇത്ര രാവിലെ? അല്ല മേഡം, ഇന്നത്തെ കാര്യങ്ങളെല്ലാം മറന്നുപോയോ? നമ്മളിന്ന് വാട്ടർ പാർക്കിൽ പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? ഓഹോ കുട്ടികളെ, ഞാൻ വളരെ ടയേർഡ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വാട്ടർ പാർക്കിൽ പോകാൻ പറ്റില്ലേ? ഇന്നലെ ടിവിയിൽ ഹണി സിംഗ് പാടി യോ യോ. അപ്പൊ നമ്മുടെ പ്ലാനുകളൊക്കെ വെള്ളത്തിലായോ? എന്റെ വല്യച്ഛന്റെ മോൻ ഇന്നലെ വാങ്ങിയ ബാറ്റും ബോളും. താങ്കൾ കാറിൽ ഉറങ്ങിക്കോളും, ക്ഷീണമൊക്കെ മാറിക്കോളും. അടികൈ. എന്നാ ഇന്നത്തെ പോക്ക് വേണ്ടാന്ന് വെക്കാം. സംശയമുണ്ടോ? ഇതൊരു നല്ല ഐഡിയ ആണല്ലോ ഖന്ന സാറേ. വാട്ടർ പാർക്കിൽ പോകുന്ന വഴിക്ക് ഞാൻ റെസ്റ്റ് എടുത്തോളാം. എന്നാ പോം. നിങ്ങൾ വേഗം കാറിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്ക്. അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. വാട്ടർ പാർക്ക്. മേഡം വാ, നമുക്ക് എല്ലാവർക്കും കൂടി ആ സ്ലൈഡിലൊന്ന് കേറിയിട്ട് വരാം. അയ്യോ വേണ്ട വേണ്ട ഹണി, ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശ്രമിച്ചോട്ടെ. നിങ്ങൾ പൊയ്ക്കോളൂ. എന്നാ പിന്നെ മേഡത്തിന് സ്ലൈഡിൽ കേറിയിട്ട് വിശ്രമിച്ചൂടെ? ഹണി വാ, നമുക്ക് റൈഡിലേക്ക് പോവാം. മേഡം ഇവിടെ കിടന്ന് കുറച്ചു നേരം ഉറങ്ങട്ടെ. താൻ എന്തായി ചെയ്തത്? ഞാൻ ഈ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് നീന്തിയതാണ് മാഡം. താൻ നീന്തിയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. വെറുതെ ഈ പപ്പു പാനിപൂരിയെ മര്യാദ പഠിപ്പിക്കാൻ വരല്ലേ. ഞാനിവിടെ അടിച്ചു പൊളിക്കാനാണ് വന്നത്. ഞാൻ ലേഡീസിന് ബഹുമാനം കൊടുക്കുന്ന കൂട്ടത്തിലാ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഏറ്റവും പൊളിച്ചത് തൈരോ അതോ മോരോ? മിസ് കാട്ട്കാരനെ ഭീഷണിപ്പെടുത്താൻ മാത്രം നിനക്ക് ഇത്രയും ധൈര്യോ? അയ്യോ ദേ നോക്ക്, സാറിനെ ആരും തല്ലുന്നു. ഈ പപ്പു പാനിപൂരി ആകെ ലേഡീസിന് മാത്രമേ ബഹുമാനം കൊടുക്കാറുള്ളൂ, മനസ്സിലായോ? ഓഹോ എടോ കാട്ടുമാക്കാനെ, തോന്നിവാസം കാണിക്കുന്നു. ഇതിങ്ങനെ വിട്ട ശരിയാവില്ല. തനിക്ക് എങ്ങനെ ഖന്ന സാറിനെ അടിക്കാൻ തോന്നി? ഇങ്ങനെ ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ. അവനെ വെറുതെ വിടരുത്. പോകാം. നീ എങ്ങോട്ടാടാ ഡോൾഫിനെ പോലെ ഇങ്ങനെ ഊളിയിട്ട് പോകുന്നത്? നിന്നെ ഇടിച്ച് പപ്പടമാക്കും ഞാൻ. എന്തു പറ്റി മാഡം? നോക്കൂ കുട്ടികളെ, ആ ഗുണ്ട കാണിക്കുന്ന തോന്നിവാസം കണ്ടില്ലേ? എന്നെ ഗുണ്ട എന്ന് വിളിക്കരുത്. എന്റെ പേര് പപ്പു പാനിപൂരി എന്നാണ്, മനസ്സിലായോ? കറക്റ്റ് പേരാണ് ഇട്ടിരിക്കുന്നത്. കണ്ടിട്ട് പാനിപ്പൂരി പോലെ തന്നെ ഇരിപ്പുണ്ട്. എന്നെ വെറുതെ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൂട്ടിയിലിടും ഞാൻ. കണ്ണാ സാറിന് തല്ലിയതും പറഞ്ഞിട്ട് മേഡത്തിനോട് തോന്നിയസം പറഞ്ഞില്ലേ? പാനിപൂരി പൂരിക്ക് മാവ് കുഴക്കുന്നതൊക്കെ തന്നെ ചവിട്ടി കൂട്ടും ഞങ്ങള്. ഒരു വീക്ക് എന്ന് 2 കാരണം പറഞ്ഞ് അപ്പുറത്ത് പോകുന്നേ. വീട്ടിലെ ഷോക്കേസിലുണ്ട് ഡാൻസ് കളിക്കുന്ന ബാബാ. പപ്പു പാനിപൂരി ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കാൻ വാ. ഈ ചെയ്യുന്നതിനൊക്കെ നിങ്ങളെല്ലാം ശരിക്കും അനുഭവിക്കും. അയ്യോ വേണ്ട. അയ്യോ എടാ, ശ്വാസം എടുക്കാനുള്ള സമയമെങ്കിലും താടാ. അയ്യോ 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 വേണ്ട വേണ്ട വേണ്ട. ടൈം പ്ലീസ്. ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ. വിസിലടിക്കാനോ സമ്മതിക്കില്ല. എന്നാ പിന്നെ ഞാനൊന്ന് നീന്തിക്കോട്ടെ. എന്നാ പിന്നെ താ വിസിലടിക്ക്.
ഓ മൈ ഗോഡ്. കൊച്ചളിയ ആദ്യം ഈ പാനിപ്പൂരി പപ്പടാക്കണോ അതോ ബാക്കിയുള്ളവരെ ഇടിച്ച് ചമ്മന്തി ആക്കണോ? നിങ്ങൾ അവരെ നോക്കിക്കോ. ഈ പാനിപ്പൂരി ചട്നി ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി നോക്കിക്കോ, തനിക്ക് താഴോട്ട് മുങ്ങാനും പറ്റില്ല, നീന്താനും പറ്റില്ല. അയ്യോ 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 അടിക്ക്, ശക്തിയായിട്ട് അടിക്ക്, ഇനിയും അടിക്ക്, നന്നായിട്ട് അടിക്ക്. വരൂ കൂട്ടുകാരെ, ഇത് റെയിൻ ഡാൻസ് ടൈം. പാനിപ്പൂരി, തന്റെ കൂട്ടുകാർ ഓടിയ വഴിക്ക് പുല്ല് പോലും കുരുത്തില്ല. അവർക്കുള്ളതും അങ്ങോട്ട് തരട്ടെ. ആ മതി, നിങ്ങളുടെ അടി ഇടിയും കൊണ്ട് എന്റെ പുറം പള്ളിപ്പുറം പോലെ ആയിരിക്കുക. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ വീട്ടിലേക്ക് പോവുക. ഇനി ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. എന്നാലും ഇമാതിരി ഇടി എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടേ ഇല്ല. നേരെ വൈദ്യശാലയിലേക്ക് പോകുന്നതാ നല്ലത്. താങ്ക് യു. ഈ പപ്പു പാനിപ്പൂരി എല്ലാ ദിവസവും ഇവിടെ വരും. എന്നിട്ട് ഓരോരുത്തരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ഇത്തവണ അയാൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അയാൾ ഈ വഴി വരില്ല. താങ്ക് യു. പക്ഷെ താങ്കൾ ആരാണെന്ന് പറയൂ. അയ്യോ സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഈ പാർക്കിന്റെ മാനേജരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തു തന്ന നല്ല കാര്യത്തിന് ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ്. ഇന്ന് ഇവിടുത്തെ നിങ്ങളുടെ എല്ലാ റൈഡ്സും ഫ്രീ ആയിരിക്കും. മേഡം, ഇനി മേഡത്തിന് ഇവിടെ ആരും ശല്യപ്പെടുത്തുന്നുള്ള പേടി വേണ്ട. ഇനി മേഡം പോയി വിശ്രമിച്ചോളൂ. ഓഹോ കുട്ടികളെ, ഇപ്പൊ എനിക്ക് ഉല്ലസിക്കാനുള്ള മൂഡാണ്. നമ്മൾ ഇവിടെ വന്നത് വളരെ നന്നായി. ഇപ്പൊ എന്റെ എല്ലാ ക്ഷീണവും പോയി നല്ല ഉന്മേഷവും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങ് അടിച്ചു പൊളിച്ചാലോ? വരും, നമുക്ക് തുടങ്ങാം.